പിന്നെ എന്റെ മുടി കെട്ടുന്നത് അവിടെ തിരിച്ചു പിടി എന്താ മതിയായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാദുക്ക എൻ്റെ മുഖത്ത് മേക്കപ്പ് ഇടുന്നു. ഹീസ് ഡൂയിങ് മേക്കപ്പ് ഓൺ മൈ ഫേസ്. അപ്പം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ല. കുറേ പേരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫാദുക്കായ എന്താണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, ഫാദുക്കായിട്ട് എന്താ കണ്ടൻസ് ഒന്നും ഇല്ലാത്തത് എന്നൊക്കെ. ഒന്നുമല്ല, ഫാദുക്ക വീട്ടിൽ വരുന്നത് ആകെപ്പാടെ എനിക്കൊന്ന് 2 വീക്സ് അല്ല 1 വീക്ക് കൂടുമ്പോഴൊക്കെയാണ്. അതായത് ഇപ്പോൾ ഈ വീക്ക് ഉണ്ടെങ്കിൽ അടുത്ത വീക്കിലെ പിന്നെ വരത്തുള്ളൂ. അപ്പം പിന്നെ ചിലപ്പോൾ 2 ദിവസമേ കാണത്തുള്ളൂ, ചിലപ്പോൾ 3 ദിവസം കാണും, ചിലപ്പോൾ 1 ദിവസമേ കാണത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കാകും. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് വീട്ടിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഫാദുക്കായെ വിളിച്ചോണ്ട് വരട്ടെ, വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഫാദുക്ക വന്നിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. വല്ല അറിയാവോ എന്തൊക്കെയാണ്? വേറെ പണിയൊന്നുമില്ല. എന്ത് എന്റെ മുടിയൊക്കെ കെട്ടി തരണം. പിന്നെ ഫുൾ മേക്കപ്പ് ആണ്, ഫുൾ മേക്കപ്പ്. ഗൈസ് എനിക്കൊന്നും അറിയത്തില്ല. ആകെ ഞാൻ ഇടുന്നത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പൗഡർ. പക്ഷെ ഗേൾസിന് അങ്ങനെയല്ലല്ലോ. എനിക്കറിയത്തില്ല. ഇതിനകത്തും ഉണ്ട്, പിന്നെ ഇതിനകത്തും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പുറത്തെ എൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ, അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ഇരുത്തി. അതുകൊണ്ട് ഇഷ്ടമുള്ളത് എടുത്ത് ഇടാനും. ഇതിന് പേരൊന്നുമില്ല, എല്ലാം മാഞ്ഞു പോയി. ലിപ്സ്റ്റിക് ആണ്, ചിത്രമേ ലിപ്സ്റ്റിക് ഇല്ല. ഇത് തുടങ്ങാം. ആദ്യം ഇടണ്ട എന്താന്ന് വെച്ചാൽ ഇട്ടോളൂ. ഇഷ്ടമായിട്ടാ ഫാദുക്കാക്ക് എന്തുവാണോ ലൈക്ക് ഫസ്റ്റ് ഇടുന്നത്. എനിക്ക് ഈ കുപ്പി ഇഷ്ടപ്പെടും. നമുക്ക് ഇത് ആദ്യം പേരൊന്നും എനിക്കറിയത്തില്ല. ഈ സാധനം മാമഅർത്ത് ഹൈഡ്രാ ഗ്ലോ CC സിറം. എന്തിനുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇതെങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കൈ തയ്ച്ചു നോക്കാൻ. ഇതിനകത്തുള്ള എല്ലാ സാധനവും എടുക്കണം കേട്ടോ. ഹൈലൈറ്റർ ഇപ്പം ലാസ്റ്റ് ഉപയോഗിക്കും, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അതിനകത്തല്ലേ എഴുതിയിട്ടുണ്ട് ഹൈലൈറ്റർ. ഏത് കളറിൽ തിരിച്ചു പിടി. സോറി, കളറിൽ കൺസീലർ. ഇതല്ലേ ഇപ്പൊ ഇട്ടത്? കൺസീലർ ഇട്ടാലോ? കൺസീലർ വേണോ? നമുക്ക് കൺസീലർ ഉപയോഗിക്കണം. മേക്കപ്പ് ആണ്, മേക്കപ്പിലുള്ള ടെക്നിക്ക് ഉണ്ട്. എവിടേക്ക് ഇടുന്നത് അറിയോ? ഇത് മൂത്രല്ലേ? ഇതൊക്കെ വരയ്ക്കുന്ന മുഖത്ത് പടച്ചോനി. ഈ 2 സാധനങ്ങൾ ഇട്ടാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഫാദുക്ക ആകെപ്പാടെ 4 ഒന്ന് ഇത്, പിന്നെ പതിയെ മുഖം എന്തും ഇത് കല്ലൊന്നുമല്ല. ത്രോബിംഗ് ലിക്വിഡ് ഹൈലൈറ്റർ. ഒരു ഹൈലൈറ്റർ ഇടാൻ ഗൈസ്, മറ്റേ ഹൈലൈറ്റർ ഇട്ടില്ലല്ലോ. ഇതല്ലേ മറ്റേ എന്താ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു തന്നെ? അല്ല, നേരെ വിളിത്താതെ അനക്കാതെ വെക്ക്. സ്പഞ്ചും ബ്രഷസ് ഒക്കെ എടുക്കണം. പക്ഷേ അല്ല, എൻ്റെ ഒരു പട്ട സ്പഞ്ചാണ്. പക്ഷേ നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നത് മുഖം ചീറ്റവും. അതിന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ബ്ലെൻഡർ നമ്മുടെ ഫിംഗേഴ്സ് ആണ്. ഫിംഗേഴ്സ് വെച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്യാം. ഞാനൊരു പൊളി തന്നെ. ലിപ്സ്റ്റിക് ആദ്യം വേറെ ടെക്നിക്ക് ഉണ്ട് ഇതിനകത്ത്. ഇതുണ്ടോന്ന് അറിയത്തില്ല. അതെല്ലാം ലിപ്സ്റ്റിക്കാ. അതിനകത്തെല്ലാം കിടക്കുന്ന എല്ലാം ലിപ്സ്റ്റിക്കാ. ബാക്കി സാധനങ്ങൾ ഞാൻ ഇപ്പുറത്തിട്ടേക്കോ. ലിപ്സ്റ്റിക് അല്ലേ? ഇതെന്തോ സാധനം? മസ്കാര. അതങ്ങാണ് എൻ്റെ അടുത്ത് ചുണ്ടിലിട്ടായിരുന്നെങ്കിൽ നീ പറഞ്ഞ ലിപ്സ്റ്റിക് ആണെന്നില്ല, പിരികത്തിട്ടില്ല. വായിച്ചു നോക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് പേരില്ല കേട്ടോ, സ്റ്റുഡിയോ ആയിരിക്കും. അല്ല, ശരിക്കല്ലേ? ചുണ്ടടുപ്പിച്ചു. ഓക്കെ, ഷാഡോ.
ഇവിടെ എഴുതുന്നത് സിമ്പിളായിട്ടുള്ള ഉണ്ടോ? അങ്ങനല്ലേ? ഞാനിതെന്താ കഥ കളിക്കും? പിന്നെങ്ങനെ അകത്ത് വേണം എഴുതാൻ. കണ്ണിക്കൊള്ളു പറഞ്ഞു. മറ്റേ കണ്ണ് ശരിയായില്ലേ? കുഴപ്പമില്ല, സുന്ദരിയ. മേളിൽ എഴുതണോ? മേളിൽ ഇതന്നെ വേറെ ഒന്നും എഴുതണ്ട. അതാ എനിക്കറിയാം. മസ്കാര ഞാൻ ഇവിടെ കണ്ടാലാണ്. ഇതല്ല, ഇതെന്തോ ഐലൈനർ. നേരെ പിടിയത് ഇതല്ലേ? ആ സോറി ഗൈസ്, കാണിച്ചു തരാം. ലാക്മേ ഐലൈനർ. പിരികത്തിലെഴുതുന്നുണ്ട് ഇങ്ങനെ അല്ലേ? അതിതല്ല അല്ലേ? ഇതെവിടെ എഴുതുന്നുണ്ട്? മേളിൽ എഴുതണ്ടേ? വരച്ചാൽ മതിയല്ലേ? എന്നാൽ കണ്ണെടുക്കാൻ വെക്കണേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ സൂപ്പർ. എല്ലാം ഭയങ്കര ലൈറ്റ് ആയിട്ടാ ചെയ്യുന്നത്. ഭയങ്കര ഒരുപാട് ഇതാവരുതല്ലോ, അതുകൊണ്ടായിരിക്കും. ഞാൻ ആക്കിയാ പിന്നെ അത് കാര്യം കണ്ടിരിക്കുന്നുണ്ടല്ലേ? മറ്റേ സാധനം മസ്കാര ഇങ്ങനെ തപ്പി എടുക്ക്. അതിനകത്തുണ്ടാവും. ഇതിനകത്തില്ല. അതിനകത്തുണ്ട്, ഞാൻ കണ്ടല്ലോ. ഇത് തന്നെ ഈ വലിയ കുപ്പിയായിരുന്നു. ഞാൻ വേറെ എന്താന്ന് കഴിഞ്ഞു. പിരി കഴിഞ്ഞു. മുഖം കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് നമുക്ക് ഇനി ഇടാൻ സാധനങ്ങളുണ്ട്. പേരറിയത്തില്ലെങ്കിൽ എന്തോ ഗ്ലോസ് ആണെന്ന് തോന്നുന്നു. ബ്ലഷ് ആണ് കേസ്. അപ്പൊ ഇവിടെ ഉണ്ട്. അത് കുറച്ച് കൂടുതലിടണം. ബ്ലഷ് സിനിമയ്ക്കകത്ത് കാണുന്ന രസം. ഇതിട്ട് നമ്മൾ മനുഷ്യമായിട്ടുണ്ട്. പണ്ട് ബാർബി കുട്ടി ബാർബി ഇവിടെ ഒരുക്കുന്നവരുണ്ട്. എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി കളിച്ച് ലുക്കാണ്. നമുക്ക് ഇതിനും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഇടുന്നത് സൺസ്ക്രീൻ ഇടും. മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇടും. ഞാനും അതേ ഇടത്തോളൂ. വല്ലപ്പോഴും ഇതൊക്കെ ഈ പൗഡർ ഡോക്ടർ തന്നെ മാത്രം. ഇതൊന്നും ബേക്കുന്ന ഇഷ്ടമല്ല. പൗഡർ ഇതോടെ നമ്മൾ കണ്ട പരിപാടി ഇവിടെ അവസാനിക്കുക. ഇങ്ങനെ തോന്നണം തിന്നില്ലേ? ഇതെന്ത് മഹർഷിയാക്കുന്നല്ലേ? ഓ ഹെയർ സ്റ്റൈലിനെ പറ്റിയിട്ടൊക്കെ ധാരണയുണ്ട്. കാണിച്ചോട്, തല തിരിച്ച് കാണിച്ചോട്. അറ്റാക്ക് ഓൺ ടൈറ്റൻ ആനിമേറ്റ്. അറ്റാക്ക് ഓൺ ടൈറ്റൻ ആനിമേറ്റ് കഴിഞ്ഞില്ലേ? നല്ല കോലമായിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര നിങ്ങൾ റേറ്റ് ചെയ്യും. ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്തോ? ഞാൻ വിചാരിച്ചത്രയും കുളമായിട്ടില്ല. ഔട്ട് ഓഫ് 10 കൊടു. എനിക്കറിയാം 10 ആണ്. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ പറഞ്ഞൊരു 9.5 കുഴപ്പമില്ല. വന്നപ്പോൾ ഞാൻ ഇപ്പം കഴിക്കുന്നുണ്ട്. ഒരു തിളക്കം കണ്ടില്ലേ? അതാണ്. ഇതിന്റെയൊക്കെ യൂസ് എന്തോന്നൊന്നും പറയാമോ? ഇതിന്റെ യൂസ് എന്തുവാ? ഞാൻ പറഞ്ഞില്ല, ഇത് സെറം. ചുമ്മാ മൂത്തര സെറം. നമ്മളിങ്ങനെ പോർസ് ഒക്കെ മാറാൻ വേണ്ടി. സെറം അല്ലത്, സെറം. സിസി സെറം. സിസി സെറം. അതെവിടെ ഇടണ്ട? മുഖത്ത് എവിടെ? ഓരോ സാധനത്തിനും ഓരോ പാർട്സിലേക്ക് കവളത്ത് മാത്രം ഇട്ടാ മതി. ഓക്കെ, ശരിയാ. ഇനി ഇതാ ഇത് ഹൈലൈറ്റർ. പറയരുത്. ഇത് ഹൈലൈറ്റർ. എവിടെയൊക്കെയാ ഹൈലൈറ്റ്? മൂത്ത് ഇവിടെ ഇങ്ങനെ അല്ലേ? പറയുമ്പോ രണ്ട് ബ്ലഷ് ഇടുന്ന ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്യും. പിന്നെ എന്റെ മുഖത്ത് മൊത്തം ഇട്ടാന്നല്ലേ? അതെന്തിനാ ഇപ്പൊ ഓർക്കുന്നത്? അല്ല, ഹൈലൈറ്റർ നമ്മുടെ ചീക്ക് ബോൺസിനും അത് കറക്റ്റാ. ചീക്ക് ബോൺസ്, ഐബ്രോഡ്, ഇവിടെ മൂക്ക്, മെയിൻ ആയിട്ട് മൂക്ക് ഇതൊക്കെ ഇട്ട്. പക്ഷെ മൊത്തത്തിൽ ഹൈലൈറ്റ് ആക്കോട്ടെന്ന് വിചാരിച്ചേ. മൊത്തത്തിൽ ഹൈലൈറ്റ്. ഇനി ഇതോ? അത് ബ്ലഷ് ഇവിടെയും അല്ല, നിന്റെ ഇവിടെ മാത്രം ബ്ലഷ് ആയിരുന്നു. ഇത് പിന്നെ മസ്കാര. ഓ, ഇത് ഐലൈനർ. ഇതെനിക്കറിയാം. എൻ്റെ ഓഫീസിൽ ഒരു പെണ്ണ് വരച്ചോണ്ടിരുന്നത് വൺ ഷോ. എനിക്ക് ഇഷ്ടമല്ല ബ്ലൂ ഇട്ടോണ്ടിരുന്നത്. ഇങ്ങനെ മേളിൽ ഇടുന്നേ അത് നല്ലത്, താഴെ ഇടുന്നതല്ല. ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് ചെയ്തു കേട്ടോ, സത്യമായിട്ടും. ഞാൻ വിചാരിച്ച ഇതിലും കുളമായിരിക്കുമെന്ന്. പക്ഷെ മുഖത്തൊരു ആകെ ഈ കണ്ണിന്റെ ഇടയിൽ കണ്ണടയ്ക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പെർഫെക്റ്റ് ആക്കി താഴെയൊന്നും ഞാൻ വെട്ടിച്ചില്ല, മേളിലെ ഞാൻ വെട്ടിച്ചോളൂ.
കണ്ണ് മാത്രമേ വലിയ രസമാണ്, ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ ചെയ്തു. പിന്നെ എല്ലാം എന്റെ മുഖത്തിട്ട്, ഹൈലൈറ്റർ മൊത്തം മുഖത്തിട്ട്, ബ്ലഷ് ഇവിടെ ഒക്കെ ഇട്ട്, കൺസീലർ മൊത്തം ഇട്ട് മുഖത്ത്. കൺസീലർ ഇടുന്നത് നമ്മുടെ പാട് എവിടേക്കാണോ, പിന്നെ അണ്ടർ ഐ അവിടേക്കാണ്. എന്റെ മുഖത്ത് പാടം. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ എന്നിട്ട് ഈ ലുക്കും കൂടെ റേറ്റ് ചെയ്യുക, ഔട്ട് ഓഫ് 10 എങ്ങനെ ഉണ്ടെന്ന്. മറന്നു വെച്ചതുപോലെ ഉണ്ട് കണ്ണിന്റെ നമുക്ക് ഒരുപാട് ഇതായി കഴിയുമ്പോൾ കണ്ണ് കിട്ടാൻ ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ കുത്തു കൊടുക്കുന്നറിയിക്കുന്നത്. ആ ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ട് ഐഡിയ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ ടൈപ്പ് വീഡിയോ വേണ്ടതെന്ന് പറ, അപ്പൊ ഇവിടെ അങ്ങനത്തെ ചെയ്തു തരും. അതൊക്കെ ചെയ്യാൻ ഫാദുക്കായിട്ടും ഞാൻ മാക്സിമം, ഫാദുക്ക എല്ലാരും ചോദിക്കുന്നുണ്ട് സത്യമായിട്ടും. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഫാദുക്കായും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത്. സത്യം കമന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാദുക്കായിട്ട് വീഡിയോ. ഞാൻ തന്നെ വേറെ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ ഗൈസ്.